എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുടുംബക്കാരെ ഉൾപ്പെടുത്താതെ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചില വഴികളാണ് ഈ വീഡിയോയിൽ നിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. രണ്ട് പങ്കാളികളും അവരുടെ വികാരങ്ങൾ, ആശങ്കകൾ, കാഴ്ചപ്പാടുകൾ എന്നിവ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സുരക്ഷിതവും വിവേചനരഹിതവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ പരസ്പരം ശ്രദ്ധിക്കണം. അതുപോലെ പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും രണ്ടു കൂട്ടർക്കും വേണം. അതുപോലെ തന്നെ പരസ്പരം കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം തനിക്ക് എന്താണ് തോന്നുന്നത് എന്ന് സ്വയം അഡ്രസ് ചെയ്തുകൊണ്ട് പങ്കാളിയോട് സംസാരിക്കുന്നതും നല്ലതാണ്. ഇത്തരത്തിലുള്ള ഉള്ളു തുറന്ന് സംസാരിക്കുന്നതാണ് ബന്ധങ്ങളിൽ പ്രശ്നമില്ലാതിരിക്കുന്നതിനും അതുപോലെ പരസ്പര വികാരങ്ങൾ മനസ്സിലാക്കി പിന്തുണയ്ക്കുവാനും സഹായിക്കുക. അതുപോലെ അടിസ്ഥാന പ്രശ്നങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രശ്നങ്ങളുടെ മൂലകാരണങ്ങൾ തിരിച്ചറിയാനും രണ്ട് പങ്കാളികളുടെയും വികാരങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കാനും സമയമെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് മനസ്സിലാക്കാനും ഇവ തിരുത്താനും ക്ഷമ ചോദിക്കാനും മനസ്സ് കാണിക്കുന്നതും ബന്ധങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷണൽ സഹായം തേടുന്നത് സങ്കീർണമായ അല്ലെങ്കിൽ സ്ഥിരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മാർഗനിർദ്ദേശവും പിന്തുണയും തേടാവുന്നതാണ്. ഇതിനായി പ്രൊഫഷണൽ വിവാഹ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ തെറാപ്പിയോ ചെയ്യുന്നതും നല്ലതാണ്. കൗൺസിലിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ പരിശീലനം ലഭിച്ച ഒരു തെറാപ്പിസ്റ്റിനെ തന്നെ സമീപിക്കാൻ ശ്രദ്ധിക്കുക. ഇവർ കൃത്യമായ മാർഗനിർദ്ദേശം നൽകാനും അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി തരുന്നതിനും ഇവർ സഹായിക്കും. അതുപോലെ പരസ്പരമുള്ള വിട്ടുവീഴ്ചകൾ നല്ലതാണ്. താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞ് താൻ പറഞ്ഞത് മാത്രം ശരിയെന്ന പ്രസ്താവനകളിൽ ഉറച്ചു നിൽക്കാതെ അതിന് വേണ്ട പരിഹാരങ്ങൾ കാണുന്നതും പരസ്പരം വിട്ടുകൊടുക്കുന്നതും ബന്ധങ്ങൾ ദീർഘകാലം നിലനിർത്താൻ സഹായിക്കും. കൂടാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പരസ്പരം കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനും എവിടെയാണ് തെറ്റെന്ന് സ്വയം മനസ്സിലാക്കുന്നതിനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ വൈകാരിക ബന്ധവും മെച്ചപ്പെടുത്തുക. പരസ്പരം സ്നേഹിക്കാനും അതുപോലെ മനസ്സിലാക്കാനും കുറച്ച് സമയം കണ്ടെത്തുന്നത് ബന്ധങ്ങളുടെ ആഴം മനസ്സിലാക്കുന്നതിൽ സഹായിക്കുന്നതാണ്. വൈകാരികമായി അടുപ്പം നിലനിർത്തുന്നത് പ്രശ്നങ്ങൾ അധികം ബാധിക്കാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ പരസ്പരം സ്നേഹം വളർത്തുന്നതിനാൽ കുടുംബ പ്രശ്നങ്ങൾ വേഗത്തിൽ തന്നെ ഒത്തുതീർപ്പാക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സമയവും ക്ഷമയും ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. മുൻകാല തെറ്റുകൾക്ക് പരസ്പരം ക്ഷമിക്കാൻ തയ്യാറാകുക. ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം മുന്നോട്ട് പോകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.